രാവിലെ ഒരു 11 മണിയാകുമ്പോഴേക്കും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു തട്ടുകടകളാണ്, അവിടെയൊന്നും വലിയ വൃത്തിയൊന്നും നമുക്ക് തോന്നിയില്ല. അതുകൊണ്ട് നല്ല ഹോട്ടൽ നോക്കി നടക്കുവാണ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്നതിന് ശേഷമാണ് നല്ലൊരു ഹോട്ടൽ കിട്ടിയത്. അവിടെ നിന്ന് നമ്മൾ മസാല ദോശയും ചായയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ നാട്ടിൽ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ചട്നിക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചായ ഞാൻ 2 ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് കുഞ്ഞു ഗ്ലാസ്സാണ്. ഞാൻ ചായ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്കത് കുടിച്ചിട്ടൊന്നും മതിയായില്ല. അതുകൊണ്ട് രണ്ടാമതും ചായ വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു ബേക്കറിയിൽ കയറി എന്തെങ്കിലും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ക്രിസ്മസിൻ്റെ ദിവസം നമ്മൾ ട്രെയിനിലായിരുന്നു, ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മെസ്സേജ് അയച്ചപ്പോഴാണ് ഇന്നാണല്ലോ ക്രിസ്മസ് എന്ന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മൾ കേക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഫുൾ കേക്ക് വാങ്ങിച്ചാൽ എന്തായാലും കഴിയില്ല, നമ്മൾ 2 ആളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊരു പീസ് കേക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ 2 ആളും കൂടി ഷെയർ ആക്കി കഴിച്ചു. അപ്പം നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ.